سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പിർസത്തെ സഹോദരന്മാരെ, സത്യവിശ്വാസി സഹോദരിമാരെ, സർവലോകത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശന ജീവനത്തിൽ എല്ലാ സന്ദർഭത്തിലും പാലിച്ചിട്ട് തഖ്വ ഉള്ള ഈമാനുള്ള വിശ്വാസിമാരെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ചൊന്തു ആമുഖമായിട്ട് വസിയത്താക്കിയുള്ള സ്വന്തത്തെ മറക്കാണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും നസീഹത്ത് ആക്കിയുള്ള അത്തരത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ട വിശ്വാസിമാരെ കൂട്ടത്തിൽ അള്ളാഹു നിങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുതുബത്തെ തുടക്കത്തിൽ പ്രാരംഭത്തിൽ എപ്പോഴും ഞങ്ങൾ കേൾക്കറ ഒരു ആയത്തായിട്ട് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് നിങ്ങൾ മുസ്ലിമായിട്ട് ജീവിക്കണോണ്ടല്ല, വലാ തമൂതുന്ന നിങ്ങൾ ഒരിക്കലും മരിക്കുക തീറ അഥവാ മരിക്കാണ്ടിക്കുക നിങ്ങൾ ശ്രമിക്കണു. എങ്ങനല്ലാണ്ട് ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ ഒരു യഥാർത്ഥ മുസ്ലിമായിട്ടല്ലാണ്ട്. അപ്പൊ നിങ്ങൾ മരിക്കുമ്പത്തുകു നിങ്ങൾ മുസ്ലിമായിട്ട്. അപ്പൊ എങ്ങനെ ഈ മരിക്കുമ്പത്തുകു മുസ്ലിം ആവരെ? എനിക്ക് എല്ലാവർക്കും ಗೊತ್ತುണ്ട് ಅದರ അടിസ്ഥാന ചൊല്ലത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന കലിമത്തെ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന കലിമത്ത് ഒരാളുടെ ജീവനത്തിൽ അവന്റെ കൽബിലും അവന്റെ മനസ്സിലും അവന്റെ ജീവനത്തിലും ഉണ്ടുണ്ടായെങ്കിൽ മരിക്കുന്ന ടൈമിലും അവനക്ക് മുസ്ലിമായിട്ട് മരിക്കുക സാധ്യത. ഇനി അതേ സന്ദർഭത്തിൽ ഒരു മുസ്ലിമായ പേരുള്ള മനുഷ്യ അവന് നിസ്കരിക്കിற, നോമ്പെടുക്കിற, സദഖ കൊടുക്കിற, സകാത്ത് കൊടുക്കിற, ഹജ്ജും ഉംറയും എല്ലാം ആക്കിற ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന കലിമത്ത് അവന്റെ ജീവനത്തിൽ ഇല്ലാണ്ടായെങ്കിൽ അതുകൊണ്ടൊന്നും അവനക്ക് ഒരു ഉപകാരമില്ല. അവനക്ക് മുസ്ലിമായിട്ട് മരിക്കുക അവനക്ക് സാധ്യതയില്ല. അപ്പൊ എല്ലാത്തെയും അടിസ്ഥാന ചൊല്ലത് അതെന്തേ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പത്തുകു അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയത്തിൽ നസീഹത്ത് കേൾക്കുമ്പത്തുകു രണ്ട് വിഭാഗ ആൾമാരെ നമുക്ക് കാണുക സാധ്യം. ഒന്നാമത്തെ വിഭാഗ ആൾമാർ ഇത് സ്വീകരിച്ച ആൾമാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന കലിമത്തും ಅದರ ಯಥಾರ್ಥ ಆಶಯവും ಅದರ ಯಥಾರ್ಥ ವಿಶದೀಕರಣവും ഉൾക്കൊള്ളുക സാധിച്ചെങ്കിൽ തൗഹീദിനെ ബെൽച്ച കിട്ടിയ ആൾമാർ
അങ്ങ ഇത് കേൾക്കുമ്പോ അങ്ങ് വിചാരിക്കാറ് ഞങ്ങ ഇതെല്ലാം സ്വീകരിച്ച ആൾമാരല്ലേ, നങ്കനെന്തുണ്ട് ഇതിൽ പഠിക്കൂ, ഞങ്ങ ഇതിനെ പഠിക്കരേ, ഞങ്ങ ഇതെല്ലാം പഠിച്ചിട്ട് 20 വർഷം 30 വർഷമായിട്ട് തൗഹീദുള്ള ആൾമാർ ഞങ്ങ ഈ റായത്ത് ഫസ്റ്റ് തൗഹീദിനെ പല്ലികൊമ്പന്നര നാണെന്തിരെ പഠിക്കരേ, ഇവിടെ ഫസ്റ്റ് തൗഹീദിനെ ഒരു പ്രോഗ്രാം വെച്ച ആള് നാണെന്തിരെ പഠിക്കരേ. ഇതായിട്ട് ഒന്നാമത്തെ വിഭാഗ ആൾമാർ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയുള്ള ആൾമാരൊട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ചരിത്രത്തെ നമുക്ക് പഠിപ്പാട്ടി തന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം ഖലീലുല്ലാഹ്, അല്ലാഹുരെ ഖലീൽ ചൊന്ത അറിയപ്പെട്ടെങ്കത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു ചൊന്തണ്ട. തൗഹീദിന് വേണ്ടിയിട്ട് അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നത് വ ഇബ്രാഹിം അല്ലദീ വഫ, അല്ലാഹു കൽപ്പിച്ച ഓരോ കാര്യവും കൃത്യമായിട്ട് പൂർത്തിയാക്കി എങ്കത്തെ ഒരു നബി. ആ നബി മരിക്കുക കിടക്കുമ്പോൾ ദുആർക്കരെ അല്ലാഹുവേ വജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. നോക്കോർനിക തൗഹീദിന് വേണ്ടിയിട്ട് ജീവനമേ ദൂര വെച്ചെങ്കത്തെ, തൗഹീദിന് വേണ്ടിയിട്ട് തീക്കുണ്ടാരത്തുക്ക് ബൽച്ചെറിയപ്പെട്ടെങ്കത്തെ ഒരു നബി ദുആർക്കരെ വജുനുബ്നി, അല്ലാഹുവേ നീ നന്റെ പ്രൊട്ടക്ട് ആക്കണം, നീ നന്റെ സംരക്ഷിക്കണം, വബനിയ നന്റെ മക്കളെയും അൻ നഅബുദൽ അസ്നാം വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്നിട്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പേടിച്ചു. ആ തൗഹീദിന് വേണ്ടിയിട്ട് ജീവിച്ച നബി, തൗഹീദിന് വേണ്ടിയിട്ട് 23 വർഷ തൗഹീദിന് വേണ്ടിയിട്ട് പണിയെടുത്തെങ്കത്തെ ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നടത്തി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ നിന്നിട്ട് ഞാൻ അഭയ കേട്ടോല്ല, ഗൊന്തില്ലാണ്ട് വല്ല ശിർക്കും നന്റെ ജീവനത്തിൽ ബണ്ണു പോണ്ടതിൽ നിന്നിട്ട് അല്ലാഹുവേ ഞാൻ നിന്നിട്ട് അഭയ കേട്ടോല്ല, വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, ഇനി ഗൊന്തില്ലാണ്ട് വന്നു പോയിട്ടുണ്ടായെങ്കിൽ അല്ലാഹു നിനക്ക് പുറത്തു തരുന്നു. ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ. അപ്പൊ ഞങ്ങൾ പേടിക്കണ്ടേ ഈ ശിർക്കിന്റെ വിഷയത്തിൽ? ഇവിടെ ഫസ്റ്റ് പള്ളി നാണാക്കിയ സബലു, ഫസ്റ്റ് തൗഹീദിന്റെ പ്രോഗ്രാം നാണാക്കിയ സബലു മരിക്കരോടത്തോളം ഇത് ഞങ്ങൾ ടിക്കുണ്ട ഞങ്ങൾ വിചാരിക്കരുത്. അപ്പൊ ഈ കലിമത്ത് ഞങ്ങൾ പഠിക്കണ്ടേ സഹോദരന്മാരെ? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ചരിത്രം നിങ്ങൾക്ക് കാണുക സാധ്യവും. അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹ് ചൊല്ലിക്കത്ത ഒരു വ്യക്തി. ഈ വ്യക്തിയുടെ പ്രത്യേകത മക്ക ഫത്ഹ് മക്കത്തണ്ട് എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം കൊടുത്തു. ആരെയും കൊല്ലണ്ടാണ്ട് നബി തങ്ങ തീരുമാനിച്ചു. ആ കൂട്ടത്തിൽ 6 ആൾമാരെ പേര് നബി തങ്ങ പ്രത്യേകം എടുത്തു ചൊല്ലി. ഈ 6 ആൾമാരെ പ്രത്യേക കൊല്ലണു ചൊന്ന് നബി തങ്ങ പ്രഖ്യാപിച്ചു. അതിൽപ്പെട്ട ഒരാളായിട്ട് ഈ അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹ് ചൊല്ലിക്കത്ത വ്യക്തി. എന്തിനാ ഇയാളുടെ പ്രത്യേകത? ഇയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ നിന്നിട്ട് മദീനത്തേക്ക് ഹിജറ പോയപ്പോൾ നബിയെ ഒട്ടിಗೆ പോയാൽ അവിടെ തീർന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തിരെ ആ ബെൽച്ച കിട്ടിയ സന്ദർഭത്തിൽ നബി തങ്ങൾക്ക് നുബുവത്തിരെ ആയത്ത്, പരിശുദ്ധ ഖുർആനിലെ ആയത്ത് കിട്ടുമ്പോ അത് എന്തോ നബി തങ്ങൾക്ക് ഒരു ആൾമാരെ നിശ്ചയിച്ചിട്ട് ആ കൂട്ടത്തിൽ പെട്ട ആളായിട്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹ് ചൊല്ലിക്കത്തെ ഈ വ്യക്തി. പിന്നെ അയാൾ മദീനത്തെ ഓടി വന്ന് മക്കത്താൽമാരിട്ട് കൂടിയിട്ട് അയാൾ മുശ്രിക്കായിട്ടായിട്ട് മരിക്കുന്നത്. നുബുവത്തിരെ ആയത്തിരെ എന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചെങ്കത്തെ ഒരു വ്യക്തി അയാളുടെ തൗഹീദ് നഷ്ടപ്പെട്ടു, അയാളുടെ ഈമാൻ നഷ്ടപ്പെട്ടു, അയാൾ കാഫിറായിട്ട് മരിക്കരുതായിട്ട് അങ്ങ് ചരിത്രത്തിൽ കാണുന്നത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ വിഭാഗ ആൾമാർ തൗഹീദ് കേൾക്കുമ്പോ അങ്ങ് അർസന്തും മണ്ടില്ല, ആയെങ്കും അങ്ങ് ചിന്തിക്കരുത് നമുക്കിതിൽ എന്തിനുണ്ട് പഠിക്കുകയും. മദീന സൗദി അറേബ്യത്തിൽ അറിയപ്പെട്ടെങ്കത്തെ ഒരു പണ്ഡിതട്ടിക്കർ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്, അയാൾ കിതാബ് തൗഹീദ് ചൊല്ലൊരു കിതാബ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തു. ആ കിതാബ് തൗഹീദ് ചൊല്ലിയ കിതാബ് ഒരു ഷറഹുണ്ട്, ഫത്ഹുൽ മജീദ് ഉണ്ടായിട്ടിരിക്കുന്ന പേര്. അതിന്റെ വിശദീകരണം, കിതാബ് തൗഹീദിനെ വിശദീകരിച്ച ഒരു വിശദീകരണം. ആ വിശദീകരണം എഴുതിയ ഫത്ഹുൽ മജീദ് സാലിഹ് അൽ ഫൗസാൻ അതിനെ വിശദീകരിച്ചത് എത്ര വർഷം? 10 വർഷം. തൗഹീദുള്ളൊരായത്ത്, തൗഹീദിന് വേണ്ടിയിട്ടുള്ളൊരായത്ത് സാലിഹ് അൽ ഫൗസാൻ ഹഫിദുള്ള 10 വർഷം അതിനെ വിശദീകരിച്ചത് നമുക്ക് കാണുക സാധ്യം. അപ്പൊ തൗഹീദ് ചൊല്ലത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലത് സഹോദരന്മാരെ, അത് നാണ് മനസ്സിലാക്കിയായിട്ട് ചൊല്ലത് കൊണ്ടിട്ടു അത് ഞങ്ങളുടെ ജീവിതത്തിൽ മരിക്കരോടത്തോളം ഇക്കൊണ്ടില്ല, അതിനെ നിരന്തരമായിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒരു ശ്രദ്ധേയമായ ഒരു ദുആ നബി തങ്ങ ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു.
അല്ലാഹുവേ ഞാൻ നിന്റെ അഭയം കേട്ടു എന്തിന് നാം മരിക്കുന്ന സന്ദർഭത്തിൽ ശൈത്താൻ നിന്റെ ഈമാനെ പിടിച്ചു പോകേണ്ടത് തൊട്ട് അല്ലാഹുവേ ഞാൻ നിന്റെ അഭയം കേട്ടില്ല. ആ സന്ദർഭത്തോളം ശൈത്താൻ പരിശ്രമിക്കാനായിട്ട് നമുക്ക് ഖുർആനിലെ ഹദീസിലെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധ്യത. ആ സന്ദർഭത്തോളം ഒരു മനുഷ്യരെ തെരുതപ്പാട്ടൊക്കെ എന്തെല്ലാം ഉണ്ടാ അതെല്ലാം ശൈത്താൻ പരിശ്രമിച്ചു വയ്ക്കണം. അപ്പൊ ഈ വിഷയത്തിൽ യാറെ ഗൗരവത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അങ്ങ് തയ്യാറാവും. സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്ത് അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്തുക്ക് അല്ലാഹുവിന്റെ മുട്ട എത്ര സ്ഥാനമുണ്ട് ചൊല്ലി അല്ലെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥ ആശയെല്ലാം അങ്ങ് ദൂരെ വയ്ക്കാം. അതിന്റെ അർത്ഥ ആശയെല്ലാം ദൂരെ വെച്ചെങ്കും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ വേർഡ്, ആ സെന്റൻസ് അല്ലാഹുവിന്റെ മുട്ട എത്ര സ്ഥാനമുണ്ട് അങ്ങ ഹദീസിൽ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ സാധ്യമാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഒരാൾക്ക് ബേജാറായെങ്കിൽ ദുആഉൽ കർബ് നിങ്ങൾ പഠിച്ചറ. ഒരാൾക്ക് ബേജാറായിട്ട് അയാൾ ബുദ്ധിമുട്ടിലുണ്ട്, അയാൾ മാനസികമായിട്ട് അസ്വസ്ഥതയിലുണ്ട്. അപ്പൊ നബി തങ്ങൾ പഠിപ്പാട്ടി ദുആ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതിൽ വേറെന്തരുണ്ട്? ഞങ്ങളെ ബുദ്ധിമുട്ട് അല്ലാഹുട്ട ചൊല്ലുന്ന ഒരു വേർഡ് പോലും ഈ ദുആത്തിലില്ല. ഞങ്ങളെ സങ്കട അല്ലാഹുട്ട ചൊല്ലുന്ന ഒരു വേർഡ് പോലും ഈ ദുആത്തിലില്ല. ഈ ദുആത്തിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം. അപ്പൊ എത്ര സ്ഥാനം അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്ത് കൊടുത്തു. അത് മാത്രം ചൊന്നെങ്കിൽ മയ്യാവും. നിങ്ങളെ എല്ലാ ബുദ്ധിമുട്ടേ നാ ദൂരാക്കി തണ്ടേട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മീനര ഭയത്തിൽ കുടുങ്ങിയ സന്ദർഭത്തിലാക്കിയ ദുആ അല്ലാഹുവേ ഞാൻ മീനര ഭയത്തിൽ പെട്ടുപോയത് നീ എന്നെ രക്ഷിക്കണ്ട. അല്ലാഹു നൂഹ് നബി ചൊന്നരെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ നിങ്ങൾ ഹദീസ് പരിശോധിച്ചിട്ടുണ്ടായെങ്കിൽ എത്രമാ ഹദീസിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ദുആ നിങ്ങൾക്ക് കാണുവാൻ സാധ്യമുണ്ട്. നിസ്കാരത്തിൽ പിന്നെ അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അദ്കാറു സബാഹ് സുബൈഹ് ചൊല്ലനായ ദിക്റിൽ അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ജാവ് ഒരാൾ വർക്കറെ എണിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നല്ലേ, ഒരാൾ ജാവ് വർക്കറെ ഒരാൾ എണിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങിയ ദുആ ഒരാൾ ചൊന്നിട്ടായെങ്കിൽ അവന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കും. അങ്ങനെ എല്ലാ മോത്തും അഹബ്ബുൽ കലാം ഇലല്ലാഹ്, അല്ലാഹു യാറ പിർസഉല്ല കലാം ഏത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്ത് ആ ഒരു സെന്റൻസ് അല്ലാഹു സ്ഥാനമുണ്ട്. അതിന്റെ ആശയ ആദർശ അതിന്റെ വിശദീകരണമുള്ള അതിന്റെ ഒട്ടികമേ അതിരാണ്ടി യാറ ആ സെന്റൻസ് അല്ലാഹു സ്ഥാനമുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമുക്ക് കാണുക സാധ്യമാവും. തൗഹീദിന്റെ ആൽമാർ നിങ്ങളെ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു ഹദീസായിട്ട് തൗഹീദ് ഈ ആയത്തിനെ ഈ കലിമത്തിനെ അടിസ്ഥാന സ്വീകരിക്കുക തൗഫീഖ് കിട്ടാത്ത ആൾമാർ നിങ്ങൾ ഇത് സ്വീകരിക്കുക നിങ്ങൾക്ക് പ്രേരണ തരണായിക്കത്തെ ഒരു ഹദീസുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, നാളെ പരലോകത്ത് ഒരു വ്യക്തി അല്ലാഹു കൊണ്ടുണ്ട്. എന്തിന്റെ പ്രത്യേകത? വയൂദഉ ലഹു 99 സിജില്ല. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലത് ആ വ്യക്തി അല്ലാഹു കൊണ്ടുവന്നിട്ട് അവന്റെ മുന്നിൽ ഒരു 99 രേഖരെ അല്ലാഹു അവന്റെ മുന്നിൽ വെക്കണം, അല്ലെങ്കിൽ ഒരു ഫയൽ അവന്റെ മുന്നിൽ അല്ലാഹു വെക്കണം. എന്തിനതിലുള്ളേ? കുല്ലു സിജില്ലിൻ മദ്ദൽ ബസർ, ഓരോ ഫയലും അവന്റെ കണ്ണെത്താത്തത്ര ദൂരം, അതോ അത്രയും വലിയ ഫയൽ അവന്റെ മുന്നിൽ അല്ലാഹു വെക്കണം. അങ്ങനത്തെ 99 ഫയൽ അല്ലാഹു വെക്കണം. ഫയല് ചൊല്ലുമ്പോ ഈ ആശയത്തെ വിശദീകരിക്കുന്നത് അത് അല്ലാഹുവിന്റെ മുട്ട എങ്ങനെയുണ്ട് അല്ലാഹു അലം നമുക്ക് ഗൊന്തില്ല. എന്തിനതിലുള്ളേ? അതിലെല്ലാം ആക്കിയതായ തപ്പു, എന്തെല്ലാം മിസ്റ്റേക്സ് ആക്കിയ അതെല്ലാം ആ അല്ലാഹുവിന്റെ മുട്ട രേഖലുണ്ട്. അല്ലാഹു അവന്നിട്ട് കേൾക്കുക, ഇതിലേതെങ്കിലും ഇതിലേതെങ്കിലും നീ നിഷേധിക്കരേ, ഞാനത് ആക്കിയിട്ടില്ല റബ്ബേ, ഇതെന്തിന് ഇതിൽ ബെർത്തേക്ക് ബന്ധരുണ്ട് നിനക്ക് ചൊല്ലുകൊണ്ട അച്ചൊണ്ട ഇല്ല റബ്ബേ, എല്ലാം ഞാൻ ആക്കിയത്. അള്ളാഹുവിന്റെ രണ്ടാമത്തെ കേക്കർ അലക മിൻ ഉസ്ർ, ഇതിലേതെങ്കിലും ഒരു തപ്പു അള്ളാഹു ഇന്ന കാരണം കൊണ്ടാക്കി ഒരു കാരണം നിനക്ക് ചൊല്ലുകൊണ്ട അള്ളാഹു ചൊല്ല ഇല്ല റബ്ബേ, എന്നിട്ട് എന്തുമില്ല, ഇതെല്ലാം ഞാൻ ആക്കിയത് ഒരു കാരണവും ഇല്ലാണ്ട് ഞാൻ ആക്കിയതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു. അതാ ഫതുഖ്റജ ലഹു ബിതാഖ, അവന്റെ മുന്നിൽ ഒരു വലിയ പേപ്പർ അല്ലെങ്കിൽ ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു പേപ്പർ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവനക്ക് വേണ്ടിട്ട് അല്ലാഹു പുറത്തെടുക്കുക. എന്തിനതിലുള്ളേ? ഫീഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ.
ഈ പേപ്പർ കാർഡ് ഉണ്ടല്ലോ ചൊല്ലുമ്പോ ഹദീസിന്റെ അർത്ഥത്തെ വിശദീകരിക്കുക വേണ്ടിട്ട് മനസ്സിലാക്കുക വേണ്ടിട്ട് ചൊല്ലതായിട്ട് അത് അള്ളാഹു മുട്ട എങ്ങനെ അള്ളാഹു അലം നമുക്ക് ഒന്നില്ല. അപ്പൊ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിട്ടുണ്ട്? ഈ വ്യക്തി അള്ളാഹുട്ട കേക്കറ മാ ഹാദിഹിൽ ബിത്താഖത്തു മാ ഹാദിഹി സിജില്ലാത്ത്. അള്ളാഹു നാൻ ആക്കിയ തപ്പിത നിന്റെ കണ്ണെത്താത്തത്ര ദൂരത്തിൽ ഇത്രയും നീ നിന്റെ മുന്നിൽ വെച്ചിര. അതിന് മുന്നിൽ ഈ ഒരു ചെറിയ പേപ്പർ കൊണ്ടിട്ട് എന്തിനാക്കൊണ്ടു? അതൊരു ചെറിയ പേപ്പർ, അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ലേ, ഇതിൽ എന്തിനാക്കൊണ്ടു? അപ്പൊ നിങ്ങൾക്ക് ഹദീസിൽ കാണാം, ഒരു തിരാസി എടുത്തിട്ട് അതിലെ ഒരു ഭാഗത്ത് ഈ 99 അയാൾ ആക്കിയ തപ്പും എടുത്ത് വെക്കർ, പിന്നറുമൊത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വെക്കർ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വെയിറ്റ് ചെയ്യാറവരു അയാൾ സ്വർഗത്തുക്ക് പോണ്ടുണ്ടായിട്ടിക്കറ്. നിങ്ങൾക്ക് ഹദീസിൽ കാണുക സാധ്യത. അല്ലാഹു ആ ഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്ത് സഹോദരന്മാരെ, അതൊരൊട്ടിക ഞങ്ങളെ മനസ്സിൽ അത് ഞങ്ങൾ സ്വീകരിച്ചിരാണ്ട് ഞങ്ങൾ ചൊന്നെങ്കുമയ്യാവല, അത് ഞങ്ങൾ മനസ്സിലാക്കിരാണ്ട് ഞങ്ങൾ ചൊന്നെങ്കുമയ്യാവല. അതിരൊട്ടിക ഒരു പിർസ ഞങ്ങൾക്ക് വേണു, ഒരു പ്രത്യേക മഹബത്ത് ഞങ്ങൾക്ക് വേണു. അതിനെ പഠിക്കുക ഞങ്ങൾ ടൈം കണ്ടെത്തണു, അത് നിലനിർത്തുക അല്ലാഹുറട്ട ദുആർക്കണു. അത് ഏറ്റവും അനിവാര്യമായ ഒരു വിഷയം. അപ്പൊ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുമ്പോ ഒന്നാമത്തെ വിഭാഗം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോ രണ്ടാമതൊരു വിഭാഗമുണ്ട്. അങ്ങനെ പ്രത്യേകത എന്തേ? അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോ ചൊല്ലാറ് ഈ എപ്പോ നോക്കിയെങ്കും ഇതേ ചൊല്ലുകൊള്ളു, എപ്പോ നോക്കിയെങ്കും തൗഹീദ് ഷിർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഇതേ ചൊല്ലുകൊള്ളു. ഇങ്ങ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആൾമാർ എന്തിന് മുസ്ലിം ഇങ്ങ ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അവിടെ മുസ്ലിംറങ്ങൾ ഉപദ്രവിച്ചുള്ളാറ്, ഇവിടെ മുസ്ലിംറങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുള്ളാറ്. ഈ സന്ദർഭത്തിൽ ഇങ്ങനത്തെ ചർച്ചകൾ ആക്കണ ചില ആൾമാർ, അങ്ങനത്തെ ആൾമാർ ഉള്ളാർ. അങ്ങനൊട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചൊല്ലെ ഒരു വിഭാഗം ആൾമാർ അല്ലാഹു ചൊല്ലെ എന്താ അങ്ങനെ പ്രത്യേകത? വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു. അങ്ങനത്തെ നിങ്ങൾ പോയിട്ട് അല്ലാഹുരെ മാത്രം നിങ്ങൾ ആരാധിക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ഇങ്ങനെ അങ്ങനത്തെ ചൊല്ലങ്ങ ചൊല്ലാറ് ഇസ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. പരലോകത്തിൽ യഥാർത്ഥ വിശ്വാസമില്ലാത്ത ആൾമാർ അങ്ങനെ കൽബിൽ അങ്കത് സഹിക്കുകയാവില്ല. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ കൽബ് പെടച്ചോണ്ടിക്കറ്, അങ്ങനെ കൽബില് നിങ്ങൾക്കൊരു അർസ കാണ്ട് അങ്ങ് ഒരു അർസ പ്രകടിപ്പിക്കാറ്. എപ്പോ ഇതേ ചൊല്ല് കേട്ട് കേട്ട് ബച്ചു പോയിട്ട് നിക്ക് ബാരന്തുമില്ലേ ചൊല്ലകൂ. മുസ്ലിം രങ്ങളുടെ ഭിന്നിപ്പുണ്ടാക്കറോട് നീങ്ങ അങ്ങനെ ആഖിറത്തെ വിഷയത്തിൽ യഥാർത്ഥ വിശ്വാസം ഇല്ലാത്ത ആൾമാർ അല്ലെ ഞങ്ങളുടെ മുസ്ലിം സമുദായത്തിൽ കേട്ടോല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ ആൾമാർക്ക് ഒരു ബേജാറായിട്ട്. അപ്പൊ എന്തുമില്ലാണ്ടാവുമ്പോ ലാസ്റ്റ് ചൊല്ലുന്നത് അങ്ക് യഥാർത്ഥ അള്ളാഹു ചൊല്ല് പരലോകത്തിൽ അങ്ക് യഥാർത്ഥ വിശ്വാസം ഇല്ലാണ്ട് അത് ഞങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ കണ്ടോല്ല. അങ്ങെന്തൊരു ചൊല്ലേ ഞങ്ങൾക്ക് ഇത് പഠിപ്പാട്ടിയത് ഞങ്ങളെ ഉലമാക്കന്മാരായിട്ടിക്കാറ്, ഞങ്ങളെ പണ്ഡിതന്മാരായിട്ടിക്കാറ്. അങ്ങ് നരകത്തേക്ക് പോയെങ്കിൽ ഞങ്ങൾ നരകത്തേക്ക് പോണ്ടാണ്. അതായിട്ട് അള്ളാഹു ചൊല്ല അങ്ക് പരലോകത്തില് യഥാർത്ഥമായ വിശ്വാസം ഇല്ല, അങ്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടെങ്കിൽ അങ്ക് സഹിക്കില്ല. അള്ളാഹു ചൊല്ലേ വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി. ഇനി അല്ലാഹുറൊട്ടിക ബാരങ്ങളെ ചൊന്നെങ്ക അങ്ക് CM മടവൂരും സയ്യിദ് മദനിയും അതേപോലെ ഔലിയാക്കന്മാരെയും അങ്ങനെയുള്ള ചൊന്നിട്ടു അങ്ങനെ മഹത്വത്തെ ചൊല്ലുക തുടങ്ങിയെങ്ക ഇദാഹും യസ്തബ്ശിറൂൻ. അങ്ക് ഭാരി കൊസിയാവൂ, അങ്ക് ഭാരി കൊസിയാവൂ. അതിരാണ്ട് വലിയ കൊസി അങ്ക് ബാരക്കില്ല. അല്ലാഹു മാത്രാണ്ട് ചൊന്നെങ്കിൽ അങ്ക് ഭാരി ബേജാർ. അല്ലാഹു അല്ലാത്തങ്ങളെ ചൊന്നെങ്കിൽ അങ്ക് ഭാരി കൊസിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചൊല്ലത്. അതുകൊണ്ട് സഹോദരന്മാരെ ഈ തൗഹീദ് ചൊല്ലത് എന്തിരണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഞങ്ങൾ ജീവനത്തിൽ കുമ്പറുക നമ്മൾ ശ്രദ്ധിക്കും. അല്ലാഹു മാത്രമായിട്ട് ഞങ്ങളെ ഇലാഹ് ആരാധന ഇബാദത്തിലെ എല്ലാ അംശവും അത് അല്ലാഹു മാത്രമായിട്ട്. അല്ലാഹു അല്ലാത്ത ഒരാളുടെ ഞങ്ങളെ ബുദ്ധിമുട്ടും ഞങ്ങളെ സങ്കടവും ഞങ്ങളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹു അല്ലാത്ത ഒരാളുടെ ഞങ്ങൾ പോയാണ്ടായി അത് ശിർക്കായിട്ട് സംശയമില്ല അല്ലേ. കൊറിയ നാൾ മുന്നോൽ ഫേസ്ബുക്കിലുള്ള ഒരു പോസ്റ്റ് ചില ആൾമാർ കണ്ടിട്ടിക്കുവാർ. എന്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ച സന്ദർഭത്തിൽ ഒരു ബേജാറ്, ഒരു ബുദ്ധിമുട്ട്, ഒരു ആക്സിഡന്റ് സംഭവിക്കേ ഒരു മുസ്ലിമിന്റെ മനസ്സിക്ക് ഫസ്റ്റ് പറഞ്ഞാർ അല്ലാഹുവേ നീ എന്നെ രക്ഷിക്ക്. കാരണം ഒരു ബുദ്ധിമുട്ടിന്റെ സങ്കട്ടായിട്ടിക്ക്, ഒരു പ്രയാസത്തെ ഘട്ടായിട്ടിക്ക്. അപ്പൊ ആ ഒരു വ്യക്തി ചൊല്ലേ ഞാൻ ആ ബുദ്ധിമുട്ട് വന്നപ്പോ യാ ഗൗസൽ അഅ്ദം മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നാണ് വിളിച്ച. എവിടേക്ക് പോയിട്ട് സഹോദരന്മാർ മുസ്ലിം സമുദായത്തിൽ വിശ്വാസം അല്ലെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പാട്ടുമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം പണിയെടുത്തത്. ആ വിശ്വാസത്തിൽ നിന്നിട്ട് മുസ്ലിമീങ്ങ ദൂരെ പോയിരാറ് കാണുക സാധ്യം. ഇനി സഹോദരന്മാരുടെ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പാട്ടി എങ്കത്തെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആശയത്തെ ആൾമാർക്ക് പഠിപ്പാട്ടി കൊടുക്കുമ്പോ അവിടെ ചില ആൾമാർ കുറെ ന്യായ കണ്ടെത്തുക. എല്ലാം മനസ്സിലായിട്ടും
ഇതെല്ലാം എനിക്ക് ബോധ്യപ്പെട്ടിട്ടും ചില ആൾമാർ കുറെ ന്യായ കണ്ടെത്തുകാർ. ആ ന്യായം നിങ്ങൾ പരിശോധിച്ചെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അതേപോലെ ആ ന്യായത്തെ പഠിപ്പാട്ടിരുന്നാണ് അള്ളാഹു അതിന് ജവാബ് കൊടുക്കും. എന്തിനാ അതിൽ ഒന്നാമത്തെ ന്യായ യാറത്തെ ആൾമാർ ചൊല്ലത്, നിങ്ങൾ ഈ പഠിപ്പാട്ടുള്ള പുതിയതല്ലേ, നിങ്ങൾ അപ്പമാറും ഉമ്മമാറും അങ്ങനെയുള്ള നരകത്തില യാറത്തിൽ നിങ്ങൾ കേൾക്കുന്നതായ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കുന്നത്. ചില ആൾമാർക്ക് ഉത്തരമില്ലാണ്ട് പോണ്ടേ ഒരു ക്വസ്റ്റ്യനും ആയിട്ടിരിക്കുന്നത്. ഞങ്ങളെ ബോബ ഇതെല്ലാം ആക്കിയിട്ടില്ലേ, അയാൾ നരകത്തില. ഞങ്ങളെ ബോബ ഈ മൗലൂദും റാത്തീബും കുത്തുബിയത്തും എല്ലാം ആക്കിയിട്ട് മരിച്ചാലല്ലേ, അയാൾ നരകത്തില. ഞങ്ങൾ ഉസ്താദുമാർ നരകത്തില. ഇത് ഇന്നത്തെ സമുദായത്തിൽ ഞങ്ങൾ ഫസ്റ്റ് കേൾക്കുന്നതൊന്നുമല്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹു 1-2-6 ജാഗൽ ഇതേപോലത്തെ പരാമർശത്തെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചൊല്ല. ഒന്നാമത്തേത് സൂറത്തു മാഇദത്തെ 104-ാമത്തെ ആയത്തിൽ അള്ളാഹു ചൊല്ല, വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ. നബിയെ നിങ്ങളുടെ ചൊന്നാറ് നിങ്ങൾ അള്ളാഹുരെ മുട്ട ബറു, അള്ളാഹു പഠിപ്പാട്ടിയതൊക്കെ നിങ്ങൾ ബറു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കാട്ടി തന്ന ഈ തെരുവ് നിങ്ങൾ ബറു ചൊന്നെങ്ക. അങ്ങനെ ചൊല്ലാറ് ഖാലു അങ്ങ ചൊല്ലുവാറ് ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ. ഞങ്ങളെ അബ്ബമാർ എന്തിനാക്കിരാറാ അത് നിങ്ങൾക്ക് മയ്യാവും. നിന്റെ പുതിയ ദീനല്ല അവിടെ ബൈ ഞങ്ങൾക്ക് ഞങ്ങളെ അബ്ബമാർ ഞങ്ങളുടെ ബോബ അങ്ങല്ല കുത്തുബിയത്തും റാത്തീവും ഈ എല്ലാം അങ്ങ് ആക്കിയാൽമാർ അങ്ങ് എന്തിനാ ഞങ്ങൾക്ക് കാട്ടിറാറാ ഞങ്ങൾക്ക് അത് മൈ. നിന്റെ പുതിയ ദീനം ഞങ്ങൾക്ക് വേണ്ടായിട്ട് അങ്ങ് ചൊല്ലാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിക്ക് ജവാബ് കൊടുക്കറേ, അവലൗ കാന ആബാഉഹും ലാ യഅലമൂൻ. ഞങ്ങൾ അബ്ബമാരാക്കിറാറുണ്ട് ഇങ്ങ ചൊല്ലാറ്. അവിടെ 2 സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ ആയാലും ഞങ്ങളെ അബ്ബമാർക്ക് ഇത് ഗൊന്തില്ലാണ്ടിരുന്നെങ്ക, ഞങ്ങളെ അബ്ബമാർക്ക് ഇത് ഗൊന്തില്ലാണ്ടായിരെങ്കില. രണ്ടാമത്തേത് വലാ യഹ്തദൂൻ, അങ്കല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ലാണ്ടായിരെങ്ക. അപ്പൊ അങ്ക് ഹിദായത്ത് ഇല്ലെങ്കിൽ ഞങ്ങൾക്കും ഹിദായത്ത് വേണ്ടാണ്ട് ഞങ്ങൾ തീരുമാനിக்கிறோம். അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കേൾക്കറേ. രണ്ടാമത് അല്ലാഹു ഖുർആനിൽ ചൊല്ല വഇദാ ഫഅലു സൂറത്തു അഅറാഫിലെ 28-ാമത്തെ ആയത്തിൽ ഇത് ശരിക്കും മനസ്സിലാക്കി പഠിച്ചു വെക്കണായതായിട്ടിരിക്കുന്നു. ഇണ്ട് ഞങ്ങളെ റായത്ത് ഞങ്ങൾ കേട്ടോല്ല മുസ്ലിം സമുദായത്തെ ആൾമാർ ഞങ്ങളെ കുടുംബത്തിലും ഞങ്ങളെ ചങ്ങായിമാറും ഞങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നു കൊടുത്തിട്ടു അതങ്ങൾക്ക് സ്വീകരിക്കാണ്ടിരിക്കുക ആവാത്തൊരു അവസ്ഥ എത്ര അപ്പ കേൾക്കുന്ന ക്വസ്റ്റൻ ആയിട്ടിക്കറ്. ഞങ്ങളെ അബ്ബമാർ നരകത്തില, ഞങ്ങൾ ഉസ്താദുമാർ നരകത്തില, ഞങ്ങളെ പണ്ഡിതന്മാർ നരകത്തില. അവിടെ അള്ളാഹു ചൊല്ലേ സൂറത്തുൽ അഅറാഫിലെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു ചൊല്ലേ വഇദാ ഫഅലു ഫാഹിഷ. അങ്ങ് ഒരു വേണ്ടാത്ത പ്രവൃത്തി അങ്ങ് ആക്കിയാർ, ഷിർക്കാക്കിയാർ, ബിദ്അത്താക്കിയാർ, അങ്ങ് ഖുറാഫാത്താക്കിയാർ. ഒരു ദർഗത്തിൽ പോയിട്ട് ആ ദർഗത്തിലുള്ള വ്യക്തിരൊട്ടിക്ക് ഞങ്ങളെ സങ്കടത്തെയും ബുദ്ധിമുട്ടരെ അങ്ങ് ചൊന്നാർ. അപ്പൊ അങ്ങൾത്തെ നിങ്ങൾ അതിൽ എതിർക്കും പോയി അങ്ങ് ചൊല്ലാറ് ഖാലു വജദ്നാ അലൈഹാ ആബാഅനാ. അങ്ങ് 2 കാരണം ചൊല്ലാറ്. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി ഞങ്ങളെ കൽബ് കൊണ്ട് ചിന്തിക്കണം. നോക്കൂ, ഇന്നത്തെ സമുദായത്തിൽ ഞങ്ങൾ കേട്ടോല്ല എന്തിനുണ്ട അത് ഇണ്ട് തുടങ്ങിയതല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മുഖാന്തര പഠിപ്പാട്ടി കൊടുക്കറേ. അങ്ങൾത്തെ കേട്ട അങ്ങ് ചൊല്ലാറ് വജദ്നാ അലൈഹാ ആബാഅനാ. ഞങ്ങൾ അബ്ബമാരല്ല ഇതേപോലെ ആക്കി അതിനെ ഞങ്ങൾ അതേപോലെ ആക്കാം. നിങ്ങൾ ഞങ്ങൾ എതിർക്കും പറഞ്ഞ ഒരു ന്യായതായിട്ട്. രണ്ടാമത്തെ ന്യായത്തില് വല്ലാഹു അമറനാ ബിഹ. ഞങ്ങൾക്ക് ഇത് അല്ലാഹു പഠിപ്പാട്ടിയത് അല്ലേ. ഏത് ശിർക്കും ഏത് ബിദ്അത്തും ഖുർആനിൽ ആയത്തായിട്ടിക്കറ പ്രൂഫ്, പരിശുദ്ധ ഹദീസായിട്ടിക്കറ ഞങ്ങളെ തെളിവ്. അപ്പൊ അങ്ങ് ചൊല്ലാറ് വല്ലാഹു അമറനാ ബിഹ. ഞങ്ങൾക്ക് ഇത് അല്ലാഹു പഠിപ്പാട്ടിര ഇതാക്കുക അല്ലേ. എത്ര വ്യക്തമായിട്ട് അല്ലാഹു ചൊല്ലേ. അല്ലാഹു ചൊല്ലേ ഖുൽ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പാട്ടി അല്ലാഹു ഒരിക്കലും നിങ്ങളുടെ ശിർക്കാക്കും പഠിപ്പാട്ടി. അല്ലാഹു ചൊല്ലേ ഈ ഫഹ്ശാ നിങ്ങൾ ആക്കിയുള്ള മ്ലേച്ഛമായ പ്രവർത്തന ഇതാക്കുക ഒരിക്കലും അല്ലാഹു നിങ്ങളുടെ പഠിപ്പാട്ടല. അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. അല്ലാഹു നിങ്ങൾക്ക് ഗൊന്തില്ലാത്ത വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ കെട്ടിച്ചമസ്കരമാ, അല്ലാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ ചൊല്ലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ കേൾക്കുന്നതായിട്ട്. ഇനി സഹോദരന്മാരെ, മൂന്നാമത് ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇതിക്ക് സമാനമായിട്ട് നമുക്ക് കണ്ടു. എവിടെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, അതേപോലെ ഹാറൂൻ നബി അലൈഹിസ്സലാം രണ്ടാളും കൂടി ഫിറഔനൊട്ടിಗೆ ദഅവത്താക്കുന്നു പോണ്ടേ. ഫിറഔനൊട്ടിಗೆ പോയിട്ട് അല്ലാഹുവിന്റെ വിഷയത്തിൽ ചൊന്നു കൊടുക്കുമ്പോ ഫിറഔൻ കേക്കറ മൂസ ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ മർ റബ്ബുകുമാ യാ മൂസ. മൂസാ നബി അലൈഹിസ്സലാം കേക്കറ നിങ്ങളെ റബ്ബാർ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ വിഷയത്തിൽ ഇങ്ങനെ ചൊന്നു കൊടുക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിറഔൻ കേക്കറ ക്വസ്റ്റ്യൻ എന്തേ ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. മൂസ നീ ചൊന്നതല്ല ശരി എന്ന് വിചാരിക്കാം. ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, ഞങ്ങളെ മുന്നൽ കല്ലിൽ പോയ ആൾമാർ അവസ്ഥ എന്തേ? അങ്ങല്ല നരകത്തില, അങ്ങല്ല തെരുതപ്പി പോയ ആൾമാര. അങ്കെന്തും നിങ്ങളെ തൗഹീദ് മനസ്സിലായിട്ടില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഫിറഔന് കേട്ട ക്വസ്റ്റ്യൻ ഇത്. അതിക്ക് മൂസാ നബി അലൈഹിസ്സലാം കൊടുക്കുന്ന ഉത്തരം എന്തുണ്ടാ? ഇതെല്ലാം തൗഹീദ് മനസ്സിലാക്കി ഓരോ മനുഷ്യരും നിങ്ങൾ ഇത് പഠിച്ചു വെക്കും. മൂസാ നബി അലൈഹിസ്സലാമോട് ഉത്തരം കൊടുക്കറേ ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്.
അങ്ങനെ ഇൽമു അത് അല്ലാഹുവിനെ മുട്ടുണ്ട്. അല്ലാഹു അവരുടെ കിതാബിൽ അത് രേഖപ്പെടുത്തി വെച്ചറ. അതിലെ തീരുമാനം അല്ലാഹു എടുക്കറ. ലാ യദില്ലു റബ്ബി വലാ യൻസ. അല്ലാഹു ഒരിക്കലും തപ്പിപ്പോണ്ടില്ല, അല്ലാഹു മറന്നിട്ടും പോണ്ടില്ല. എന്തര ഉണ്ട് അത് അല്ലാഹുവിനെ മുട്ടുണ്ട്. അതിലെ തീരുമാനം അല്ലാഹു എടുക്കറ. അപ്പൊ സഹോദരന്മാരെ, ഇതിരെ ഞങ്ങ മനസ്സിലാക്കി വെക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്ത് ഇതിരെ ഞങ്ങളെ ഖൽബ് കൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുക തയ്യാറാവണം. നോക്കൂ, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ന്യായം നിങ്ങൾക്ക് കാണുക സാധ്യമാവും. ചില ആൾമാർ ചൊല്ലാറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരണം ചൊല്ലുമ്പോ മുസ്ലിമായ ഒരാൾ ഇങ്ങനെ ശിർക്കാക്കിയ ഭാവം അല്ലെ. ഒരാൾ മുസ്ലിം ആയി അയാൾ ഷഹാദത്ത് കലിമ ചൊന്നൊരു, അയാളുടെ പേര് മുസ്ലിം, അയാൾ ഹജ്ജാക്കർ, അയാൾ ഉംറാക്കർ, അയാള് വർഷത്തിൽ 2 വട്ടം ഉംറാക്കര്, റമദാനിലായാലും മക്കത്തേക്കര്, അങ്ങനത്തെ ഒരാള് ഷിർക്കാക്കറുണ്ട്. നീ എങ്ങനെ ചൊല്ലെ സഹോദരന്മാരെ? ഇത് ഞങ്ങൾ ചൊല്ലല്ല, അള്ളാഹു ഖുർആനിൽ ചൊല്ലേ. അള്ളാഹു ഖുർആനിൽ ചൊല്ലെ പോലൊക്കെ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അല്ലാഹു ഖുർആനിൽ ചൊല്ലെ വമാ യുഅ്മിനു അക്സറുഹും. അങ്ങനെ യാറത്തെ ആൾമാർ വിശ്വസിക്കില്ല ബില്ലാ അല്ലാഹു, അഥവാ അല്ലാഹു വിശ്വസിക്കുന്നതിൽ യാറത്തെ ആൾമാരും എങ്ങനെ വിശ്വസിക്കരേ? ഇല്ലാ വഹും മുശ്രികൂൻ. അങ്ങ് അല്ലാഹു ഷിർക്കാക്കിട്ട് ഇട്ടിക്കറാங்க. അല്ലാഹു വിശ്വസിക്കരേ, വിശ്വാസം അല്ലാഹു ആയിട്ടിക്കറ ഞങ്ങളെ റബ്ബു, അല്ലാഹു ആയിട്ടിക്കറ ഞങ്ങളെ സൃഷ്ടിച്ചരേ, അല്ലാഹു ആയിട്ടിക്കറ ഞങ്ങൾക്കെല്ലാം തന്റെ ആ വിശ്വാസം എല്ലാം കൊണ്ടു. അപ്പൊ നിസ്കരിക്കാറ്, നോമ്പെടുക്കാറ്, എല്ലാം ആക്കാറ്. ആയെങ്കില ഇല്ലാ വഹും മുശ്രികൂൻ, അങ്ങ് ഷിർക്കാക്കി വയ്ക്കാറ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഷിർക്കും തൗഹീദും ചൊല്ലിങ്കത്തെ ഈ വിഷയ ഇതൊരു പ്രധാനപ്പെട്ട വിഷയത്തിക്ക് ഞാൻ ഫസ്റ്റ് ഓതി വെച്ച ആയത്ത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാണ്ട് മരിക്കുക തീറ ചൊല്ലിന്റെ ആ ആശയത്തെ അതിന്റെ അടിസ്ഥാനം എന്തിന്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇട്ടുകൊണ്ട് നിങ്ങളെ ഖൽബിൽ ലാസ്റ്റ് ഇക്കോണായത് അല്ലേ? ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ഹിയദി ശൈഖിനെ വിളിക്കുന്ന ഒരാൾ ആ ബുദ്ധിമുട്ടിൽ അയാൾ മരിച്ചെങ്കില എന്റെ ഖൽബിൽ ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. ഞങ്ങൾ റായത്ത് ഞങ്ങൾ കേട്ട് പഠിച്ചതുണ്ട്. മൂലക്ക് പോയി അടങ്ങിയിട്ട് മൂലുമ്പത്തുകു യാ മുഹിയദ്ദീൻ വിളിക്കാർ, മുമ്പത്തെ തങ്ങളെന്ന് വിളിക്കാർ. ആ ബുദ്ധിമുട്ടിൽ അയാൾക്ക് എന്തെങ്കിലും ആയെങ്കിൽ അയാളുടെ ആഖിറു കലാം അയാളെ ഖൽബിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, അല്ലാഹു അല്ലാഹ് തന്നെ ഇട്ടിക്കാർ. അപ്പൊ ആ തൗഹീദിന്റെ വിശ്വാസത്തെ പഠിച്ച് മനസ്സിലാക്കുക ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. الله ري سوكشت جيوي كونو چنتو എല്ലാവരുടെയും നസീഹത്താക്കര വസിയത്താക്ക. അല്ലാഹു ആ രൂപത്തിൽ ജീവിക്കുകൂ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്തിന്റെ പ്രാധാന്യത്തെയും അതിന്റെ മഹത്വവുമായിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ ചമ്മ പ്രവർത്തന ഞങ്ങളെ റായത്ത് വ്യത്യസ്ത രൂപത്തിൽ നടന്നുകൊണ്ടുണ്ട്. അത് രണ്ടും മുസ്ലിമീങ്ങ ഗൗരവത്തിൽ കാണും. നോക്കൂ, നിങ്ങൾ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലിയ ഒരു പലക്ക നിങ്ങൾക്ക് കാണുക സാധ്യം. അയാൾ ചൊല്ലു, നിങ്ങൾ എല്ലാരും ഷിർക്കിற ഒരു അംശ ആക്കിയോണ്ടിരിക്കാറുണ്ട്. നിങ്ങൾ എല്ലാരും ഷിർക്കിற ഒരു അംശ, അത് ചെറിയ ഷിർക്കാവും വലിയ ഷിർക്കാവും നിങ്ങൾ ആക്കിയോണ്ടിരിക്കാറുണ്ട്. അയാൾ ചൊല്ല ഹത്താ ഫിൽ കിലാബ്, നിങ്ങൾ ഔത്തൊരു നായി ഉണ്ടെങ്കിൽ ആ നായിയുടെ വിഷയത്തിൽ പോലും നിങ്ങൾ ഷിർക്കാക്കാറുണ്ട്. പിന്നെ അയാൾ വിശദീകരിക്കേ എങ്ങനെ ഒരാൾ നായിയുടെ വിഷയത്തിൽ ഷിർക്കാക്കുക. അയാൾ ചൊല്ലു ലൗലൽ കിലാബു ലസുരിഖനൽ ലൈല. ഒരാൾ ചൊല്ലെ ഇന്നലെ ജാവു ഈ നായി ഇല്ലാണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ ഒത്തു കള്ള ബറാത്ത. ഒരാൾ ചൊല്ലെ അതുപോലും സഹാബിമാർ ഷിർക്കിര ഗണത്തിൽ പെടുത്തിയോ എന്നാറുണ്ട്. ഇന്നലെ ഈ നായി ഇല്ലാണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ ഒത്തു കള്ള ബറാത്തുണ്ട്. ഒരാൾ ചൊല്ലെ അതിരെ പോലും സഹാബിമാർ ഷിർക്കിര ഗണത്തിൽ പെടുത്തിയോ എന്നാറുണ്ട്. അങ്ങനെ ഇതിനായിട്ട് ഗൗരവമുള്ള എത്രമാ വിഷയത്തെ ഇന്ന് മുസ്ലിം സമുദായ ഗൗരവ ഇല്ലാണ്ട് ലാഘവത്തോടു കൂടി കാണുന്നത് കാണുക സാധ്യമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉള്ളത് ഒരു സഫർ തിങ്കളായിട്ട്. ഈ തിങ്കൾ മുസ്ലിം സമുദായത്തിന് ഒരു പ്രത്യേകമായ ഒരു നഹ്സിര തിങ്കളായിട്ട്. നഹ്സ് നിങ്ങൾ അപശകുനത്തെ തിങ്കൾ. ചിലപ്പോ ഈ തിങ്കളിൽ പ്രത്യേകമായ ചില നാളുണ്ട്. ഈ തിങ്കൾ ഫുൾ അതേപോലെ വിശ്വസിക്കുന്ന ആൾമാരുള്ളാറ്.
എല്ലാ തിങ്ങളിലും ഉണ്ട്. മുഹറം തിങ്ങളിലും റമദാനിലും എല്ലാ തിങ്ങളിലും നഹ്സുണ്ട്. ഇത് പ്രത്യേകമായി നഹ്സുര തിങ്ങൾ. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗബാധിച്ച തിങ്ങളായിട്ട് വിശ്വാസം. ചരിത്രത്തിൽ അങ്ങനെ ഉണ്ട്. നബി തങ്ങൾക്ക് രോഗബാധിച്ചെങ്കിൽ തുടങ്ങിയ തിങ്ങളായിട്ട് ആയെങ്കിൽ അത് കാരണം ഈ തിങ്ങളിൽ നല്ലതെന്തും നിങ്ങൾക്ക് കുത്തിയിറ കേൾക്കുമ്പോ അതൊരു ചെറിയൊരു വിഷയമായിട്ട് ഞങ്ങൾ വിചാരിക്കും. ആയെങ്കിൽ ഞങ്ങളെ ശിർക്കും തൗഹീദും എന്തുണ്ട് ശക്തമായ ഒരു ബന്ധ ഇതുമായി ബന്ധപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു അത്തിയറതു ശിർകുൻ, അത്തിയറതു ശിർകുൻ. മൂന്ന് വട്ടം അത്തിയറതു ശിർകുൻ. ഈ അപശകുന നോക്കരേ ചൊല്ലത്, ശകുന നോക്കരേ ചൊല്ലത് അത് ശിർക്കായിട്ട്. ഇന്ന നാളിൽ നല്ലത് ആക്കരെ, ഇന്ന നാളിൽ ആക്കരുത് ബെടക്ക്. അങ്ങനെ ശകുന നോക്കിയിട്ട് ഒരു കാര്യ തീരുമാനിക്കുക ചൊല്ലത് അത് ശിർക്കായിട്ട്. ആയെങ്കിൽ എന്റെ മുസ്ലിം ഉമ്മത്തില് ഇത് ഭാരി പ്രചാരത്തിലുള്ള എങ്കത്തെ ശിർക്കറെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ചൊല്ലുന്നു മൻ റദ്ദതുഹു തിയറതു അൻ ഷൈഇൻ. ഒരാള് ഒരു വിഷയം ആക്കുക തീരുമാനിച്ചിട്ട് അങ്ങനെ തീരുമാനിച്ചിട്ടല്ല ആയാൽ പിന്നെ അയാളുടെ ഒരാൾ ബന്ധു ചൊന്തു ഈ തിങ്ങളിൽ ഇതാക്കുക തീറ, അല്ലെങ്കിൽ ഈ നാളിൽ ഇതാക്കുക തീറ, അതാക്കിയിട്ടായെങ്കിൽ അത് ഇങ്ങനെ ശകുന ഉള്ള നാളായിട്ട് എന്നാൽ അപശകുന ഉള്ള നാളായിട്ട് ഇതിൽ നല്ല കാര്യം ആക്കുക തീറ. അങ്ങനെ അയാൾ അതിൽ നിന്നിട്ട് ബാക്ക് ബന്ധ ഹദീസിന്റെ അർത്ഥം മൻ റദ്ദതു ഒരാൾ പെറവ് ബന്ധ. എന്ത് കാരണം അപശകുന പേടിച്ചിട്ട് അയാൾ പെറവ് ബന്ധേട്ടായെങ്കിൽ ഫഖദ് അശ്റക അവന് ശിർക്കാക്കിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടി തരും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച നാളല്ല അത് ഒരേപോലെ. അതിലെന്തു വ്യത്യാസമില്ല. ഇന്ന നാൾ നല്ലത്, ഇന്ന നാൾ ബെടക്ക്. ഭൗതികമായ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അപ്പറിപ്പറാക്കാം, അതിലൊന്നും തപ്പില്ല. ആയെങ്കില ഈ ശകുന നോക്കിയിട്ടത് പ്രത്യേകമായിട്ട് നാ ചൊല്ലുക. കാരണം ഇത് അങ്ങനെ ഉള്ള ഒരു തിങ്കളായിട്ട് ഞങ്ങളെ പ്രായത്തിൽ വലിയ ഒരു മുസ്ലിം സമുദായത്തെ വലിയ ഒരു ആൾമാർ അങ്ങ് കണ്ടുമില്ല. നിങ്ങൾ അങ്ങനെ ഒരു കലണ്ടറല്ല നിങ്ങൾ പോയിട്ട് നോക്കി നിങ്ങൾക്ക് അവിടെ പ്രത്യേക നോട്ടാക്കിയിട്ട് കണ്ട് ഈ തിങ്ങളിൽ ഇന്ന കുറിച്ചിട്ട് ഇന്ന നാൾ തോല നെഹ്സറ തിങ്കളായിട്ട്. ചില കലണ്ടറിൽ ഈ തിങ്കൾ ഫുള്ള് നെഹ്സറ നാളായിട്ട് അങ്ങനെയുള്ള എഴുതിയത് നിങ്ങൾക്ക് കാണുക സാധ്യമാണ്. അപ്പൊ ആ വിശ്വാസ യഥാർത്ഥത്തിൽ ശിർക്കായിട്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ ലാ തസുബ്ബു ദഹ്റ. നിങ്ങൾ ഒരു കാലത്തെ ദൂര കുത്തിയറ, ഇന്ന നാല് ഇന്ന തിങ്കൾ നിങ്ങൾ ദൂര കുത്തിയറ. കാരണം എന്തേ ഫൈന്നനി അന ദഹ്ർ. കാരണം കാലത്തെ സൃഷ്ടിച്ചവണ് നാണയിട്ടിക്കറ, കാലം നാണയിട്ടിക്കറ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാലത്തെ ഒരു ടൈമറെ ദൂറുമ്പോ അത് നന്റെ ദൂരിയതിക്ക് സമാനായിട്ടിക്കറ. കാരണം അതിനെ സൃഷ്ടിച്ചാറ് അത് നാണയിട്ടിക്കറ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഗൗരവത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കണായെങ്കത്തെ ശിർക്കറ ഒരു അംശമായിട്ടിരിക്കുന്നത്. അതേപോലെ ഞങ്ങളെ റായത്ത് കണ്ടോങ്കില് വേറെ ശിർക്കുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിശ്വാസം ഉണ്ടാ അത് എല്ലാം ഞങ്ങൾ ഗൗരവത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞങ്ങളെ ജീവനത്തിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കണോ. ഞങ്ങളെ ബാധ്യത ചൊല്ലത് ഈ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ആക്രമിക്കത്തെ സമുദായത്തെ ആ ശിർക്കിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തുന്നത് ഞങ്ങളെ ഓരോരുത്തരെയും തൗഹീദിന്റെ ആൾമാരെ ബാധ്യതയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കിയ പണിയായിട്ട്. അതുകൊണ്ട് ആ വിഷയത്തിലും ഞങ്ങൾ ശ്രദ്ധിക്കണു. അതേപോലെ തൗഹീദിന്റെ ആൾമാർ തൗഹീദിന്റെ വിഷയത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയത്തില് യാറെ പഠിക്കുകയും ഞങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുക്കുള്ള തൗഫീഖ് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കരോടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്തിനെ ജീവനത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുകയും മരിക്കരെ ആ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്ത് ഉച്ചരിച്ചു മരിക്കുകയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ അപ്പ ഉമ്മക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അതുക്കുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുക റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനും മുഅ്മിനാത്തുമായി മരിച്ച് ഞങ്ങളെ ഓരോ സഹോദരന്മാരും സഹോദരിമാരും ഞങ്ങളെ കുടുംബത്തംഗവും ഞങ്ങളെ ഉസ്താദുമാരും ഞങ്ങളെ പണ്ഡിതന്മാരും എല്ലാവർക്കും അല്ലാഹുവേ നമുക്ക് എല്ലാവർക്കും ഈ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുക റബ്ബേ. ഞങ്ങളെ ഖബർ ഈ വിശാലാക്കി കൊടുക്കുക റബ്ബേ. ഞങ്ങളെയും മങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുക റബ്ബേ. അല്ലാഹുവേ ഈ തൗഹീദിനെ വെളിച്ച കിട്ടാത്തെങ്കത്തെ ഇപ്പോഴും ശിർക്കും ബിദ്അത്തുമാക്കി ജീവിക്കരെങ്കത്തെ ഞങ്ങളെ കുടുംബത്തിലുള്ള ആൾമാർ ഞങ്ങളെ ചങ്ങായിമാർ ഞങ്ങളെ സഹോദരന്മാർ എല്ലാവർക്കും ആ തൗഹീദിനെ വെളിച്ചത്തെ ഞങ്ങളെ ഖൽബ് നീ ഇട്ടുകൊടുക്കുക റബ്ബേ. ആ തൗഹീദിനെ സ്വീകരിക്കുമ്പോഴേക്കത്തെ തൗഫീഖ് അൻക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കുക റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾമാരുള്ളാർ, പ്രത്യേകമായിട്ട് ദുആ കൊണ്ട് വസിയത്താക്കിയ ആൾമാരുള്ളാർ. അതിലും പ്രത്യേകമായിട്ട് ഒരു സഹോദരൻ ഞങ്ങളെ പള്ളിക്ക് വേണ്ട ഒരു സഹോദര പ്രത്യേകമായിട്ടും ദുആ കൊണ്ട് അയാൾ വസിയത്താക്കി. അങ്ങനെ ചമ്മത്തെ സഹോദരന്മാർ അങ്ങനെ വസിയത്താക്കിയാറ്. അല്ലാഹുവേ എല്ലാരെയും ഉദ്ദേശവും എല്ലാരെയും ബുദ്ധിമുട്ടും ഗൊത്തുള്ളവണ് നീനായിട്ടിക്കറ. അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടരെയും അങ്ങനെ എല്ലാ ഉദ്ദേശത്തെയും നീ പൂർത്തിയാക്കി കൊടുക്കുക റബ്ബേ. അങ്ങനെ ബുദ്ധിമുട്ടരെ നീ നീക്കി കൊടുക്കുക റബ്ബേ. അല്ലാഹു
اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم احفظنا واحفظ بلادنا وبلاد المسلمين. اللهم احفظنا واحفظ بلادنا وبلاد المسلمين. اللهم رب ارحمهما كما ربيانا صغارا. اللهم رب ارحمهما كما ربيانا صغارا. اللهم رب ارحمهما كما ربيانا صغارا. اللهم اعتق رقابنا من النار. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.